വെൽക്കം ബാക്ക് ടു ഫാക്ട് ആൻഡ് റിയൽ മീഡിയ അഗെയിൻ. നമ്മൾ തായിഫിലെ KL14 റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണുള്ളത്. നമ്മുടെ സൂക്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അൾട്രാജി ബാങ്കിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴിയെ അകത്തോട്ട് കയറുമ്പോൾ ഈ KL14 കാണാം. ഇത് കഴിഞ്ഞിട്ടാണ് ഒയാസിസ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറുമ്പോൾ ആദ്യമേ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നതെന്ന് അറിയാം. ഇവിടുത്തെ വൃത്തിയാണ്, ഭയങ്കര വൃത്തിയാണ്. അത് തന്നെയല്ല, ഈ ഫിത്തെ കൊടുത്തിരിക്കുന്ന ഈ പോസ്റ്ററൊക്കെ കണ്ടോ, അതിലെ കമൻറ്റൊക്കെ അടിപൊളി ഒരു രസമുള്ള ഒരു സാധനമാണ്. അതെനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഈ ഫാമിലിക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് കണ്ടോ, ഈ 2-3 ക്യാബിൻ തിരിച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ഇവിടെ 1-2 ടേബിൾ വേറെ വെളിയിൽ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ കഞ്ഞി എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും മിക്ക ദിവസങ്ങളിലും ഉണ്ട്. എന്നാൽ ചില സാധനങ്ങൾ ചില ദിവസം മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഇന്നിപ്പം ബീഫ് കറിയോ അങ്ങനെയുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ നാളെ ബീഫ് ഫ്രൈ ആയിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. പിന്നെ ഇവിടുത്തെ മസാലയൊക്കെ ഒരു കാസർഗോഡ് സൈഡിലുള്ള സാധനങ്ങളാണ്. അപ്പം ഇവിടെ ഞാൻ കണ്ടോ മേടിച്ചിരിക്കുന്ന പൊറോട്ടയും അതുപോലെ ബീഫും കണ്ടോ. ഈ ബീഫ് ഇടിയിറച്ചി പോലൊക്കെ നല്ല പൊടിഞ്ഞ ഫ്രൈ ആയിരുന്നു എനിക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റാണ്. അതൊരു വേറൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് കിട്ടുന്ന പോലത്തെ ടേസ്റ്റ് അല്ല. അത് ഈ പൊറോട്ട അങ്ങോട്ട് മുറിച്ച് അതെടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു സെറ്റപ്പ് ടേസ്റ്റ് കിട്ടും നമുക്ക് കേട്ടോ. പിന്നെ ഇവിടെ കിട്ടുന്ന വേറൊരു സാധനമാണ് മട്ടൻ പായ. അതും പൊറോട്ടയും കൂടെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ തായിഫിൽ കഞ്ഞിയും അതിൻ്റെ അനുബന്ധിച്ചുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ മാത്രമേ കഞ്ഞി കിട്ടത്തുള്ളൂ തായിഫിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.